ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടോ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾക്ക് ഓണം അടുത്ത് വരാറായി. ഇനി ഏതാനും ദിവസമുള്ളൂ ഓണത്തിന്. അപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മൾ വെക്കുന്ന കറികൾ, കാളൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചട്ടി പൊട്ടിയപ്പോൾ ഞാൻ വേറെ ഒരു 2 ചട്ടി വാങ്ങി. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ ചട്ടിയിലാണ് വെക്കൽ. ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ചട്ടി കൂടി വാങ്ങി. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ പണ്ടൊക്കെ ചെയ്തിരുന്നത് നമ്മൾ അടുപ്പത്ത് ചോറൊക്കെ വെക്കുമ്പോൾ അടുപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെള്ളം ഉണ്ടാക്കിയിട്ട് ആ ഒരു ചൂടിൽ അടുപ്പ് ചോറ് വാർത്തതിന് ശേഷമുള്ള അടുപ്പിലുള്ള തീയിൻ്റെ ചൂടിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് വെള്ളം നിറച്ച് അതിൽ വെക്കും. അങ്ങനെ 2-3-4 ദിവസം വെക്കുമ്പോൾ ഇത് സീസണിങ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ മാറി കിട്ടുകയാണ് ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കടയിൽ പോയപ്പോൾ അവർ വേറൊരു കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എളുപ്പമാണ്. അവർ പറഞ്ഞൊരു ഐഡിയ കറക്റ്റ് ആണെങ്കിൽ അത് എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ 2 ചട്ടിയും കാണിക്കുന്നില്ല, ഒരു ചട്ടിയെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. അത് ഞാനിതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. എന്തായാലും കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പൂപ്പലൊക്കെ കാണാണ്ട് അവർ ചൂളയിൽ വെച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ. അപ്പം നമുക്കൊന്ന് കഴുകാം ആദ്യം, എന്നിട്ട് ഞാൻ കാട്ടിയേരെ. അത് കഴുകിട്ടോ, നല്ല മണ്ണിൻ്റെ മണമാണ് കഴുകിയാലോ. അപ്പോൾ ഈ മണത്തിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഈ മണം ആ കറിക്ക് വരും. അപ്പോൾ ആ കറിയുടെ പുളിയിൻ്റെ ടേസ്റ്റൊക്കെ മാറില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സീസണിങ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ചോറ് ഉണ്ടാക്കിയിട്ട് വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. മൂടി കൊണ്ട് അടച്ചു വെച്ചാൽ ഏത് സാധനവും നമ്മൾ മൂടി വെച്ച് അടച്ചു കഴിഞ്ഞാൽ അത് ഒന്നും കൂടി വേഗം തിളയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രാവശ്യം വെച്ച് തിളച്ച് പോയി. ഞാൻ അടുപ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് വെച്ചു കേട്ടോ. ചട്ടിയാണ്, സൂക്ഷിക്കണം. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണത്. ഒരു പരീക്ഷണമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ചട്ടി നല്ല ചൂടാവുമല്ലോ. അപ്പോൾ നമ്മൾ തീ കുറച്ചാലും ഇത് തിളച്ച് പൊന്തി വരും. അപ്പോൾ നമുക്ക് കൺട്രോൾ ഓഫ് ചെയ്താലും ഇത് തിളച്ച് പുറത്തേക്ക് പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതിനെ തിളപ്പിച്ചെടുക്കണം. അതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, താഴെയൊക്കെ പോയി. ഇതല്ല, ഇവിടെ ഒരു ഇതിൽ ഞാൻ ആദ്യം വെച്ചത്, എന്നിട്ട് ഇവിടെയൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളമായ കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് പാല് തിളച്ച് പൊന്തണ പോലെയാണ്. അത് പൊന്തി മൊത്തം പുറത്ത് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പണി ചെയ്താൽ മതി. നമ്മൾ ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ ഇത് തിളച്ചിങ്ങോട്ട് പൊന്തി വരികയാണ്, പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിലേക്ക് ഒഴിക്കാം. അല്ലാണ്ട് നമുക്ക് കയ്യിലിട്ട് ഇളക്കിയാലൊന്നും ഇത് നിൽക്കില്ല. എന്തായാലും ഇത് നന്നായി തിളച്ചാലാണ് ആ മണ്ണിൻ്റെ മണം പോവുള്ളൂ. കണ്ടോ, പൊന്തി വരുന്നത് കണ്ടോ. പൊന്തി വന്നാൽ നമ്മൾ കയ്യിലിട്ട് ഇളക്കിയാലൊന്നും നിൽക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. അപ്പോൾ ആ തള അവിടെ നിന്നോളൂ. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം ഏകദേശം അത് തിളച്ചു. അപ്പം ഞാനെന്താ വിചാരിച്ചാൽ ഇത് നിറച്ചാക്കിയിട്ട് അങ്ങോട്ട് വെക്കാം. ചൂടുള്ള വെള്ളമായിട്ട് അങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ശരിയാകണ്ടേ. അപ്പം അതിനി ഒന്നങ്ങോട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട, വെള്ളം ഇങ്ങനെ നമ്മളുടെ ഇതിലേക്ക് ഇങ്ങനെ വലിയാണ്. ഇതിന് കുറേ സുഷിരങ്ങളുണ്ടാവുമല്ലോ മണ്ണിൻ്റെ, അതിലേക്കൊക്കെ ഇങ്ങനെ വലിയണ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് ഈ വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞത് അതുകൂടി ഞാൻ കാട്ടി തരാം കേട്ടോ. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ചൂടാറി. പിന്നെ ഇത് നമുക്ക് കളയാം. നമ്മൾ ചട്ടിയിലത്തെ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് വേറൊരു കാര്യമാണ് കേട്ടോ. വെള്ളം ഇതിൻ്റെ വറ്റനെങ്കാട്ടും ഭേദം നമുക്കിത് ഒന്ന് തുടച്ചെടുക്കാം. വെള്ളമൊക്കെ തുടച്ചെടുത്തു. ഈ നാളികേരല്ലേ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇത്
ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്കത് നാളികേരല്ലേ, നല്ല മെഴുക്കുമാണ്. അപ്പം ഇതിൽ വല്ല കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ള കളറല്ലേ നാളികേരം, അപ്പം അതിലിങ്ങനെ പിടിച്ച് കാണാം. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തിന്നാനൊന്നും പറ്റില്ല കേട്ടോ, വെറുതെ ഇതൊന്ന് ജസ്റ്റ് ആ മെഴുക്കാകുമ്പോൾ പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ഇനി വല്ല ബാക്കിയും വല്ല മണ്ണിൻ്റെ മണം ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ചട്ടിയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇത്രയും പോർഷൻ മാത്രമേ ഈ കളർ വരാൻ കാരണം നമ്മൾ ഗ്യാസുമിലായ കാരണം കൊണ്ടാണ്. അടുപ്പത്ത് നമ്മൾ തീ കത്തിച്ചിട്ട് അടുപ്പത്താണ് വെക്കുന്നത് വെച്ചാൽ ഈ ഒരു കളർ വരില്ല കേട്ടോ. വരും എങ്കിലും ഇങ്ങനെ ഇത്രയും ഇത് വരില്ല. ഇതിപ്പോൾ മൂട്ടിൽ മാത്രം ഇങ്ങനെ ചൂടാവില്ലേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നല്ലെണ്ണയാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞാനൊരു കോട്ടൺ പഞ്ഞി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. കണ്ടോ, പുറത്തൊക്കെ തുടയ്ക്കുമ്പോൾ ഈ ഒരു കളർ വരുന്നുണ്ട്. ഉള്ളിൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ ഭാഗം കൊണ്ട് ഉള്ളിൽ തുടയ്ക്കുമ്പോൾ ഈ അടിയിലെ കരിയാണ് വരുന്നത്. ഉടയ്ക്കുമ്പോഴും ഉണ്ട് കേട്ടോ, എല്ലായൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് വയ്ക്കാനാണ് അവർ പറഞ്ഞത്. അപ്പം അതേപോലെ അപ്പം നമ്മളുടെ ചട്ടിക്ക് നല്ല ബലം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിതിങ്ങനെ ആക്കിയിട്ട് ഇന്നിങ്ങനെ വയ്ക്കാം. ആ മണ്ണിൻ്റെ മണമൊക്കെ പോയി കേട്ടോ, മണ്ണിൻ്റെ മണമൊന്നുമില്ല. എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ ചട്ടികളൊക്കെ വെക്കുന്നത് നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വല്ല റിങ് എന്തെങ്കിലും വെച്ചിട്ട് അത് വയ്ക്കും. അപ്പം അതിങ്ങനെ കിടന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ മൂട് ഇങ്ങനെയല്ലേ, അടിവശം ഇങ്ങനെ കറുവല്ലേ, അപ്പം ഇങ്ങനെ കിടന്നിട്ട് ആടി കളിച്ചോണ്ടിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും കയറ്റിയിരിക്കും. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി ഇത് നാളത്തെ കഞ്ഞിവെള്ളത്തിൽ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചെയ്യാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.